ഐലൻഡിൽ ടീ ജെട്ടിയുടെ അവിടെ ഫിഷിംഗ് ബോട്ട് അടുപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് നല്ല ഫിഷ് കളക്ഷൻ ആയിട്ടുണ്ട്. അത് കൊടുക്കാനും വേണ്ടിയിട്ടാണ്, സെയിലിന് വേണ്ടി വന്നിരിക്കുകയാണ്. നമുക്ക് നോക്കാം എന്തായാലും. കുറച്ച് ദൂരെയായിട്ടാണ് ടീ ജെട്ടി ഉള്ളത്. അപ്പോൾ ആ ഭാഗത്താണ് അവർ നിർത്തിയിട്ടിരിക്കുന്നത് കേട്ടോ. ഫിഷ് കളക്ഷൻ, നല്ല ഫിഷ് കളക്ഷൻ ആണെങ്കിൽ ഇതേപോലെ മീൻ വിൽക്കാനായിട്ട് ട്യൂണ ആയിരിക്കും മെയിനായിട്ട്. ട്യൂണ, പിന്നെ മാനിയമാസമൊക്കെ ഇവിടെ പറയും, അതൊക്കെ ഉണ്ടാകും. പിന്നെ കുറുമാസം, അതായത് നമ്മുടെ നെയ്മീനൊക്കെ ഉണ്ടാവും. അതൊക്കെ വിൽക്കാൻ വേണ്ടി ആൾക്കാർ വരാറുണ്ട്, നല്ല ഫിഷ് കളക്ഷൻ ഉള്ള സമയത്ത് കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ ബോട്ട് അടുപ്പിച്ച സ്ഥിതിക്ക് നമുക്ക് പറയാൻ പറ്റും നല്ല ഫിഷ് കളക്ഷനാണ്. അപ്പോൾ അത് വിൽക്കാൻ വേണ്ടി വന്നതാണ്. ഇത് നമ്മുടെ ചെറിയൊരു ഐലൻഡാണ് കേട്ടോ. ഈ ഐലൻഡിൽ കുറച്ച് ആൾക്കാരുണ്ട്, 400 പേരേ ഉള്ളൂ. പിന്നെ വലിയൊരു ആൽമരാണ്, 200 വർഷം പഴക്കമുള്ള ആൽമരാണ്. നല്ല ആൽമരാണ്, നല്ല കാറ്റും. അതുപോലെ ഊഞ്ഞാലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് അതിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. ആൾക്കാർക്ക് വൈകുന്നേരങ്ങൾ വന്നിരുന്ന് കാറ്റുള്ളാനൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഹാർബറിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ, ടീ ജെട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ആ ബോട്ടിനെ നോക്കി എത്തിയിരിക്കണത് നോക്കാം നമുക്ക്. ഇതാണ് ടീ ജെട്ടി കേട്ടോ, ഇതാണ് ടീ ജെട്ടി. ഇവിടെയാണ് മീനൊരു സെയിലിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. നോക്കാം, നമുക്ക് പോയി നോക്കാം. ഐലൻഡാണ് കേട്ടോ, ഐലൻഡിലെ ബീച്ച് കാര്യങ്ങളൊക്കെയാണ്. നല്ല സൂപ്പർ ബീച്ചസ് ആട്ടോ, ഉഗ്രം ബീച്ചസാണ്, കളർഫുള്ളായ ബീച്ചസാണ്, നല്ല രസമായിട്ടുള്ള ബീച്ചാണ്. അപ്പോൾ ബോട്ടിൻ്റെ അടുത്തേക്ക് എത്തി നോക്കാം നമുക്കിത്. നമ്മുടെ വേറെ സ്ഥലത്തെ ബോട്ടാട്ടത്, വലിയ ബോട്ടാട്ടോ, വലിയ ബോട്ടാണ്, വലിയ ഫിഷിംഗ് ബോട്ടാണ്. ഇത് വന്ന് കുറേ നേരമായിന്നാണ് പറയണത്. എല്ലാം തീർന്നു, കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, സ്റ്റാഫ് ആൾക്കാരൊക്കെ ഉണ്ട്. വലിയ ബോട്ട് തന്നെയാണ്, ഡബിൾ ഡെക്കറാണ്. അപ്പോൾ മീൻ കൊണ്ടുവന്നു, എല്ലാം ആൾക്കാർ വാങ്ങിച്ചിട്ട് പോയെന്നാണ് പറയണത്. ഇനിയിപ്പോൾ ഉള്ളത് വലു മാസം പറഞ്ഞത്. വലു മാസം പറഞ്ഞാൽ സ്മോക്ക്ഡ് ഫിഷാണുള്ളത്. അത് കുറച്ചേ ഉള്ളൂ, അതും കുറച്ച് തന്നെ ഉള്ളൂ. ഇവിടെ മെയിനായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നത് സ്മോക്ക്ഡ് ഫിഷൊക്കെയാണ് കേട്ടോ. ഇതാണ് ഫിഷ് ബോട്ടിൻ്റെ മുൻഭാഗം, ഡബിൾ ഡെക്കറാണ്. മുകളിലും ക്യാപ്റ്റനൊക്കെ ഇരുന്ന് ഓടിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ആൾക്കാർ മീൻ പിടിക്കാനൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഒന്നും ഫിഷ് കളക്ഷൻ ഒന്നും റെഡിയല്ല കേട്ടോ. ഇത് വലിയൊരു ബോട്ട് തന്നെയാണ് കേട്ടോ. സ്റ്റോറേജൊക്കെ കുറേ വെച്ചിട്ടുണ്ട്. 1, 2, 3, 4, 5, 6, 7 കുറേ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ബോട്ട് കുറച്ചൊന്ന് വലിപ്പമുണ്ടാകും കേട്ടോ. കേട്ടോ, അവിടെ താഴെയും നമുക്ക് സ്റ്റോറേജ് റൂമുണ്ട്. അവിടെ കാണുന്ന സ്റ്റോറേജ് റൂമാണ് കേട്ടോ, അതുണ്ട്. പിന്നെ ഇതാ മുകളിലേക്ക് ഡെക്കിലേക്ക് കയറാനുള്ള സ്റ്റെയർ കേസാണ്. മുകളിലും കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഉണ്ടാക്കിയ സ്മോക്ക്ഡ് ഫിഷാണ് കൊണ്ടുവരുന്നത്, സെയിലിന് വേണ്ടിയിട്ടാണ്. അത് കുറച്ചേ ഉള്ളൂ, എല്ലാം ആൾക്കാർ വാങ്ങിച്ചിട്ട് പോയി. കാരണം ഫിഷ് കളക്ഷൻ നല്ല രീതിയിലുള്ള സമയത്ത് ഇവർ ഓരോ ഐലൻഡ് വിസിറ്റ് ചെയ്ത് മാക്സിമം സെയിൽ നടത്താറുണ്ട്. നെയ്മീൻ ഉണ്ടാവാം, പിന്നെ മെയിനായിട്ട് ട്യൂണയാണ്, പിന്നെ മാനിയമാസം പറയും, പിന്നെ റീ ഫിഷ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പോൾ എല്ലാം കൊടുത്തിട്ടാണ് ഇവർ പോകുന്നത്.